നമസ്കാരം. ഫുട്ബോൾ ലോകത്ത് ചില ചോദ്യങ്ങളൊക്കെ ഉയരാറുണ്ട്. ആരാധകർ ചോദിക്കാൻ പോലും മടിക്കുന്ന, കേൾക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ചില ചോദ്യങ്ങൾ. ഇന്ന് പോർച്ചുഗൽ ഫുട്ബോളിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ഏറ്റവും അസ്വസ്ഥവും എന്നാൽ ഏറ്റവും അനിവാര്യവുമായ ചോദ്യം ഇതാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ കരുത്താണോ, അതോ ടീമിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഭാരമാണോ എന്നതാണ് ആ ചോദ്യം. പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ലോകകപ്പിൽ കോങ്കോക്കെതിരായ മത്സരത്തിന് ശേഷം ഈ ചോദ്യത്തിന്റെ മുഴക്കം മുമ്പത്തേക്കാളും ശക്തമായിരിക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ താരതമ്യേന ദുർബലരായ എതിരാളികൾക്കെതിരെ പറങ്കിപ്പടയുടെ ഒരു ഗോൾ വേട്ടയും ആധിപത്യവുമായിരുന്നു ലോകമെമ്പാടുമുള്ള ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മൈതാനത്ത് കണ്ടത് മറ്റൊന്നും. കളിയുടെ ഭൂരിഭാഗം സമയത്തും പോർച്ചുഗലിന്റെ ആക്രമണങ്ങൾക്ക് വേഗത കുറവായിരുന്നു, ക്രിയേറ്റിവിറ്റി തീരെ കുറവും. ഏറ്റവും പ്രധാനപ്പെട്ടത്, ടീമിന്റെ മുന്നേറ്റങ്ങൾക്ക് സിംഹഗർജനമായി മാറേണ്ട റൊണാൾഡോ പലപ്പോഴും കളിയിൽ നിന്ന് അപ്രത്യക്ഷനായതുപോലെ അനുഭവപ്പെട്ടു എന്നതാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ നെഞ്ചിൽ കൈവച്ച് തന്നെ വ്യക്തമായി പറയേണ്ടതുണ്ട്: CR7ന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ ഈ ഭൂമിയിൽ ആർക്കും അവകാശമില്ല, ആർക്കും കഴിയുകയുമില്ല. പോർച്ചുഗൽ എന്ന രാജ്യത്തെ ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ താരം അദ്ദേഹം തന്നെയാണ്. ഒരു യൂറോ കപ്പ്, നേഷൻസ് ലീഗ് കിരീടം, അന്താരാഷ്ട്ര ഫുട്ബോളിലെ റെക്കോർഡ് ഗോളുകൾ, അനവധി വ്യക്തിഗത നേട്ടങ്ങൾ. പോർച്ചുഗൽ ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകം തുറന്നാൽ അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും അധ്യായം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേരിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. പക്ഷേ ഫുട്ബോളിൽ നമ്മൾ ജീവിക്കുന്നത് വർത്തമാന കാലത്താണ്, അല്ലാതെ ചരിത്രത്തിലല്ല. 40 വയസ്സിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു ഇതിഹാസത്തിൽ നിന്ന് 25 വയസ്സുകാരന്റെ വേഗതയും ചോരത്തിളപ്പും പ്രതീക്ഷിക്കുന്നത് യുക്തിയല്ല. എന്നാൽ ഇന്നത്തെ പോർച്ചുഗൽ ടീമിന്റെ യഥാർത്ഥ പ്രശ്നം റൊണാൾഡോ കളിക്കുന്നു എന്നതല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച യുവനിര ഉണ്ടായിട്ടും ടീം ഇപ്പോഴും റൊണാൾഡോ എന്ന ഒറ്റ അച്ചുതണ്ടിനെ മാത്രം ചുറ്റിപ്പറ്റി നിർമ്മിക്കപ്പെടുന്നു എന്ന കാര്യത്തിലാണ്. ഓരോ ആക്രമണവും അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ മധ്യനിര നിർബന്ധിതരാകുന്നു. ഓരോ വിങ്ങിൽ നിന്നുമുള്ള ക്രോസുകളും അദ്ദേഹത്തെ മാത്രം ലക്ഷ്യമിടുന്നു. എന്നാൽ കഠിനമായ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ആ പഴയ റൊണാൾഡോയും ഇന്നത്തെ റൊണാൾഡോയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതാണ്. ഇന്ന് പോർച്ചുഗലിന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ക്വാഡ് ഉണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവിയ, റാഫേൽ ലിയോ, ജോ നെവസ് എന്നിവരടങ്ങുന്ന മധ്യനിരയും ആക്രമണ നിരയും ഏത് പ്രതിരോധ കോട്ടയും തകർക്കാൻ കെൽപ്പുള്ളവരുമാണ്. പക്ഷേ പലപ്പോഴും ഈ യുവ പ്രതിഭകളെ സ്വന്തം ശൈലിയിൽ സ്വതന്ത്രമായി കളിക്കാൻ അനുവദിക്കുന്നതിന് പകരം റൊണാൾഡോയ്ക്ക് പന്ത് എത്തിക്കുക എന്ന പരമ്പരാഗത തന്ത്രത്തിലേക്ക് ടീം സ്വയം ചുരുങ്ങിപ്പോകുന്നു എന്നതാണ്. കോങ്കോക്കെതിരായ മത്സരത്തിൽ നമ്മൾ കണ്ടതും ഇത് തന്നെയാണ്. റൊണാൾഡോയ്ക്ക് ലഭിച്ച അവസരങ്ങൾ കുറവായിരുന്നു. കിട്ടിയ പന്തുകളിൽ വിചാരിച്ച പോലെ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല. കളിക്ക് വേഗത കൂട്ടേണ്ട നിർണായക നിമിഷങ്ങളിൽ പോർച്ചുഗൽ മന്ദഗതിയിലായി. ഒരു ഘട്ടത്തിൽ ടീമിന്റെ മുഴുവൻ നീക്കങ്ങളും ഒരു താരത്തെ മാത്രം കാത്തു നിൽക്കുന്ന നിസ്സഹായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. ഇവിടെയാണ് ധീരമായ തീരുമാനങ്ങൾ പോർച്ചുഗൽ സ്വീകരിക്കേണ്ടത്. റൊണാൾഡോയെ ടീമിൽ നിന്ന് മാറ്റണമെന്നല്ല ഇതിനർത്ഥം. പക്ഷേ എല്ലാ മത്സരങ്ങളിലും 90 മിനിറ്റും കളിപ്പിക്കേണ്ട അനിവാര്യത ഇപ്പോഴുണ്ടോ? ടീമിന്റെ തന്ത്രങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി അദ്ദേഹത്തെ നിലനിർത്തേണ്ട കാര്യമുണ്ടോ? അതോ തന്റെ അപാരമായ അനുഭവ സമ്പത്ത് കൊണ്ട് കളിയുടെ രണ്ടാം പകുതിയിൽ ഇറങ്ങി മത്സരം തിരിച്ചുവിടുന്ന ഒരു മാരക ഇമ്പാക്ട് പ്ലെയർ എന്ന പുതിയ റോളിലേക്ക് അദ്ദേഹം മാറേണ്ടതുണ്ടോ? ഫുട്ബോൾ ചരിത്രത്തിൽ എത്ര വലിയ ഇതിഹാസ താരങ്ങളെക്കാളും വലിയൊരു സത്യമുണ്ട്: അത് സമയമാണ്. സമയം ഒടുവിൽ എല്ലാവരെയും മറികടക്കും. ആർക്കും അതിനെ തോൽപ്പിക്കാനാകില്ല. ഇന്ന് പോർച്ചുഗൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി റൊണാൾഡോയുടെ ഫോം അല്ല, മറിച്ച് റൊണാൾഡോ എന്ന മഹത്തായ പാരമ്പര്യത്തിന്റെ നിഴലിൽ നിന്ന് മാറി ഒരു പുതിയ തലമുറയായി എങ്ങനെ മുന്നോട്ട് പോകാം എന്നതാണ്. കോങ്കോക്കെതിരായ ഈ സമനില പോർച്ചുഗലിന് വെറും 2 പോയിന്റിന്റെ നഷ്ടം മാത്രമല്ല, അതൊരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. കാരണം വികാരങ്ങൾ കൊണ്ടല്ല, മൈതാനത്തെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ കൊണ്ടാണ് ലോകകപ്പുകൾ ജയിക്കുന്നത്. പോർച്ചുഗൽ ഇപ്പോഴും റൊണാൾഡോയുടെ മാത്രം ടീമാണോ, അതോ പുതിയ തലമുറ ഭാരം ഏറ്റെടുക്കേണ്ട സമയമായിരിക്കുന്നു? ഈ ചോദ്യം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കിടയിൽ മുമ്പത്തേക്കാളും ശക്തമായി മുഴങ്ങി കേൾക്കുകയാണ്.